ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് കീഴിൽ ഫംഗ്ഷൻ ചെയ്യുന്ന സമീർ അതായത് സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ചിലേക്കുള്ള വിവിധ വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ പറയാം, ഇത് കരാറടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ്, ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല. 2 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. നമ്മുടെ പെർഫോമൻസിനും ഇതിനനുസരിച്ച് അവരുടെ ആവശ്യത്തിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന വേക്കൻസികളാണ്. അപ്പോൾ ഇതിലേക്ക് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് BE or BTech ME or MTech ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എന്നെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു അതിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും അതോടൊപ്പം അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇതിലേക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ 100K നിങ്ങൾ എത്തിക്കുക. ഇപ്പോൾ 66.2K ആയിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കൂടെ കാണാം. റിക്രൂട്ട്മെൻറ്റ് ഫോർ കോൺട്രാക്ട് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടാണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കാണാം 5/2024. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് August 12 ആണ് കേട്ടോ. അപ്പോൾ August 12 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന 17 August 2024 ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ഏതൊക്കെ പോസ്റ്റാണെന്ന് വെച്ചാൽ സീനിയർ റിസർച്ച് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വിവിധ കാറ്റഗറിയിലാണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് റിസർച്ച് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ നിങ്ങൾക്ക് വരുന്ന ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഡേറ്റ് ആണ് 17 August ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് 21 August ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക. അത് ഈ പറയുന്ന പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങൾക്ക് 22 August നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അത് ഈ പറയുന്ന പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റിൽ തന്നെ നിങ്ങൾക്ക് EL അല്ലെങ്കിൽ PH ആ ഒരു കാറ്റഗറിയിലാണ് ഈ പറയുന്ന ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. അതിൻ്റെ ഡേറ്റ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കോഡൊക്കെ ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ PH എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്, ഫിസിക്സ് ആണ് വരുന്നത് PH. അപ്പോൾ അതിൻ്റെ കോഡുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അടുത്തത് നിങ്ങൾക്ക് August 23 ഇൻ്റർവ്യൂ വരുന്നത് SR ആണ്, സീനിയർ റിസർച്ച് സയൻറ്റിസ്റ്റ്. ഈ പറയുന്ന ELA ELB അതുപോലെ റിസർച്ച് സയൻറ്റിസ്റ്റ് ELIT ഈ പറയുന്ന കാറ്റഗറി കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഇവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് കേട്ടോ. ഈ പറയുന്ന SRS ELA അതുപോലെ തന്നെ ELA ELB ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുപോലെ റിസർച്ച് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻ്റർവ്യൂ ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് യാതൊരു അപേക്ഷ ഫീസൊന്നും വേണ്ട എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓർഡർ പ്രകാരം തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കാണാം, നമ്മളിത് ഓർഡറിൽ തന്നെ പറയാം. നമുക്ക് സീനിയർ റിസർച്ച് സയൻറ്റിസ്റ്റ് നിങ്ങൾക്ക് കാണാം. പോസ്റ്റ് കോഡ് ഇതാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ടാബിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ പോസ്റ്റിൻ്റെയും വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് വേക്കൻസി ഒക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി BE or BTech അല്ലെങ്കിൽ ME or MTech ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ മൈക്രോവേവ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ എക്കണോമിക്സ് MSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 55% മാർക്ക് വേണമെന്നുള്ള കണ്ടീഷനേ ഉള്ളൂ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനിലേക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ ഒരു പോസ്റ്റ് നമുക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന രണ്ടാമത്തെ പോസ്റ്റ് കോഡ് SR ELB എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ ഇതേ സെയിം ക്വാളിഫിക്കേഷനാണ്. BE or BTech അല്ലെങ്കിൽ ME or MTech അല്ലെങ്കിൽ MSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് വരുന്ന പോസ്റ്റ് അടുത്ത് റിസർച്ച് സയൻറ്റിസ്റ്റ് ആണ്. ഇതിലേക്ക് നമുക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന BE or BTech അല്ലെങ്കിൽ ME or MTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾസ് അല്ലെങ്കിൽ ഈ പറയുന്ന മൈക്രോവേവ്സ് ഓർ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ നിങ്ങൾക്ക് BE or BTech ME or MTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷറിന് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് MSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. 55% മാർക്ക് വേണം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിലേക്ക് ഈ പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് കുറേ ഡൊമൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് താല്പര്യവും അതുപോലെ അതിലുള്ള വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. വേറെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ഡിസിപ്ലിൻ വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇതിലേക്ക് പോസ്റ്റ് കാർഡ് റിസർച്ച് സയൻറ്റിസ്റ്റ് നിങ്ങൾക്ക് IT ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ BE or BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ME or MTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 55% മാർക്ക് മതി. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. അടുത്ത പോസ്റ്റും കൂടെ കാണാം, പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റിൽ കോഡ് ഇവിടെ കാണാം PAL ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഇലക്ട്രോണിക്സിലോ നിങ്ങൾ 55% മാർക്കോട് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഫിസിക്സ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് എന്നാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BSc ഫിസിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 55% മാർക്കാണ്.
അപ്പോൾ ഇതിലേക്ക് BSc ഫിസിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് നിങ്ങൾക്ക് ഫ്രഷറായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത പ്രൊജക്റ്റ് ടെക്നീഷ്യൻ നിങ്ങൾക്ക് കാണാം ഇലക്ട്രോണിക്സ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ITI ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 55% മാർക്ക് മതി. വേറെ യാതൊരു എക്സ്പീരിയൻസ് വേണ്ട. ഫ്രഷറിന് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് കാണാം PT PF ആണ്, ഫിറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ITI ഫിറ്റർ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷറായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസ് വേണ്ട. 55% മാർക്ക് മതി. ഇതിനടുത്ത് വരുന്നത് മെഷീനിസ്റ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ITI മെഷീനിസ്റ്റ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 55% മാർക്ക് വേണം. ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഫ്രഷറിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതിനടുത്ത് വരുന്നത് ടേണർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, 55% മാർക്ക് വേണം. ഓക്കെ, ഇതിലും 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ BE or BTech അതുപോലെ ME or MTech എന്നുള്ള പോസ്റ്റിൽ 5 വർഷം എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ME or MTech കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 4 വർഷം എക്സ്പീരിയൻസ് മതി കേട്ടോ. BE or BTech കഴിഞ്ഞവർക്ക് 5 വർഷം എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്, പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സാം ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളിൽ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ കൺസോളിഡേറ്റ് പേയ്മെൻറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സീനിയർ റിസർച്ച് സയൻറ്റിസ്റ്റ് ആണെങ്കിൽ 39,200 പെർ മന്താണ് ഉണ്ടായിരിക്കുക. ദെൻ നിങ്ങൾക്ക് റിസർച്ച് സയൻറ്റിസ്റ്റ് ആണെങ്കിൽ 30,000 പെർ മന്ത്. ദെൻ പ്രൊജക്ട് അസിസ്റ്റൻറ്റ് 15,000 പെർ മന്ത്. പ്രൊജക്ട് ടെക്നീഷ്യൻ 15,100. ദെൻ പ്രൊജക്ട് ടെക്നീഷ്യൻ B നിങ്ങൾക്ക് 19,100 ആണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് സീനിയർ റിസർച്ച് സയൻറ്റിസ്റ്റ് ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. റിസർച്ച് സയൻറ്റിസ്റ്റ് ആണെങ്കിൽ 30 വയസ്സ് വരെ. പ്രൊജക്ട് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കും പ്രൊജക്ട് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും നിങ്ങൾക്ക് 25 വയസ്സാണ് അപ്ലൈ ചെയ്യാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ്. പ്രൊജക്ട് ടെക്നീഷ്യൻ B എന്ന് പറയുന്ന കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ഓരോ കാറ്റഗറി വൈസ് ആയിട്ടാണ് നമ്മൾ ഈ ടേബിൾ നോക്കണം നിങ്ങൾ. ഓക്കെ, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊജക്ട് അസിസ്റ്റൻറ്റ് A ഏതാണ് B ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാവും. അപ്പോൾ അത് നോക്കി നിങ്ങളുടെ ഏജ് ലിമിറ്റ് ഏതാണ് ഓരോ പോസ്റ്റിനും കണ്ടെത്താൻ പറ്റും, അതിൻ്റെ വേക്കൻസി കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് കോൺട്രാക്ട് പീരീഡ് 2 വർഷത്തേക്കാണ് നിയമിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഇതിനും പെർഫോമൻസിനും പ്രൊജക്റ്റിനൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ അത് കൂടിത്തരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ സ്ക്രീനിങ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിംഗ് ടൈമും കാര്യങ്ങളൊക്കെ മെയിൽ വഴി നമ്മൾ അറിയിക്കും, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് August 12 ആണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന റിട്ടേൺ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് വെച്ചാൽ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ അപേക്ഷകളുടെ നമ്മൾ ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് SSLC സർട്ടിഫിക്കറ്റ്, ഇനി +2 ITI ഏതൊക്കെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അതെല്ലാം കൊണ്ടുപോകണം. അതിൻ്റെ ഒരു സെറ്റ് ഫോട്ടോകോപ്പി നമ്മുടെ കയ്യിൽ വേണം, ഒറിജിനലും വേണം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഓക്കെ, പിന്നെ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സെലക്ട് ആയാൽ നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അതിൻ്റെ പ്രൊജക്ട് സൈറ്റിലൊക്കെ വർക്ക് ചെയ്യാൻ നമ്മൾ സെറ്റ് ആയിരിക്കണം എന്നുള്ള നമ്മൾ കണ്ടീഷൻ അതിൽ പറയുന്നുണ്ട്. വില്ലിംഗ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്. ഇനി നമുക്കിതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും വരാം. നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റാണ്, ഇവിടെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാം നിങ്ങൾ. ഓക്കെ, താഴോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കിട്ടും. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ അപ്ലൈ നോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പേജിലേക്കാണ് വരിക. ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ രജിസ്റ്റർ ഹിയർ എന്നുള്ള ബട്ടൺ ഉണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ രജിസ്റ്റർ ഹിയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാസ്വേഡ് നമ്മൾ മാനുവലായിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് പോയാൽ മതി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് ഇവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇമെയിലേക്ക് ഒരു കൺഫർമേഷൻ അവർ സെൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവിടെ നമുക്കൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ മെയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ മെയിലിലേക്കൊരു മെസ്സേജ് വന്ന് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. സമീറുണ്ട്, നിങ്ങളുടെ കാണാൻ മുകളിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാം, അത് നമ്മൾ വെരിഫൈ ചെയ്യേണ്ട, കൺഫേം ചെയ്യേണ്ട ഒരു ലിങ്ക് ഇവിടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നേരെ പേജ് ലോഡായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേജ് ഇതാ ഇങ്ങനെ ലോഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോഗിൻ ഹിയർ എന്നുള്ളത് അവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് വെരിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പേജിലേക്ക് തന്നെ പോകുക. ഇവിടെ നമ്മുടെ മെയിൽ ID കൊടുക്കുക, നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കാണിക്കാം. ലോഗിൻ ചെയ്തു, പാസ്വേഡ് കൊടുത്തു, ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ഫോമാണ് ഇവിടെ വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് പോസ്റ്റിന് അപ്ലൈ എന്നുള്ളത് നമ്മൾ അതിന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റിൽ ഞാൻ പറയുന്ന ഫിസിക്സ് അതാണ് എടുക്കുന്നത്. അപ്പം ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് അവിടെ കൺഫർമേഷൻ ചോദിക്കും. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യാം നമ്മൾ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫോം അങ്ങോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകുക. അത്രയേ ഉള്ളൂ. ഇത് കുറച്ചധികം ഡീറ്റെയിൽസ് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് പോകണം, നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇനി എന്തെങ്കിലും എക്സ്പീരിയൻസ് കാര്യങ്ങളുള്ളവർക്ക് അത് കൊടുക്കാം. ഓക്കെ, ദെൻ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് പ്രിവ്യൂ ആൻഡ് ഫൈനൽ സബ്മിറ്റ്, അങ്ങനെയാണ് ലാസ്റ്റ് വരുന്നത്. ഓക്കെ,
അപ്പോൾ അതിൻ്റെയൊക്കെ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യാൻ കുറേ ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാമെന്നുള്ളൂ. കാരണം അതിൽ ഒരുപാട് നമ്മൾ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒരുപാട് ടൈം എടുക്കണം അതൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്ത് റെക്കോർഡ് ചെയ്യണം ഇത് നമ്മൾ എടുക്കണമെങ്കിൽ. അതുകൊണ്ടാണ് ഇത്തരം ഫോമുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ഇത്രയും കാണിച്ചെന്നു, ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ അങ്ങനെ ചെയ്ത് പോയാൽ മതി. ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ നമ്മൾ തരുന്നതാണ്. സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.